മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സെക്രട്ടറിയായി രത്തൻ യു കേൽക്കർ ചുമതലയേറ്റു. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തിയാണ് ചുമതല ഏറ്റെടുക്കുന്നത്. ആർ ബി സനൂപ് വിശദാംശങ്ങളുമായി അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ രത്തൻ യു കേൽക്കർ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ചുമതല ഏറ്റെടുക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. വലിയ വിവാദങ്ങൾ ദേശീയ തലത്തിലും സംസ്ഥാനത്തെ പ്രതിപക്ഷവും ഉയർത്തുന്നതിനിടെയാണ് രത്തൻ യു കേൽക്കറിനെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് മുഖ്യമന്ത്രി. നേരത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു രത്തൻ യു കേൽക്കർ. 2024 അദ്ദേഹത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി കഴിഞ്ഞ സർക്കാർ ചുമതലയേൽപ്പിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ആ ടേം പൂർത്തിയായതിനു ശേഷം പുതിയ പോസ്റ്റിംഗ് നൽകേണ്ട ഘട്ടമാണ്. അപ്പോൾ പുതിയ പോസ്റ്റിംഗായി അദ്ദേഹത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടാണ് ഇപ്പോൾ പുതിയ UDF സർക്കാരിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമിച്ചിരിക്കുന്നത്. ആർ ബി സനൂപ് വിശദാംശങ്ങൾ നൽകും. സനൂപ്, വിവാദങ്ങൾ മറികടന്ന് അല്ലെങ്കിൽ വിവാദങ്ങൾക്കിടെ രത്തൻ യു കേൽക്കർ അതും ഒരു ഞായറാഴ്ച ദിവസം തന്നെ വന്ന് ചുമതലയേൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രി ഓഫീസിലില്ല എങ്കിൽ കൂടിയും ചുമതലയേൽക്കുകയാണ്. ഈ നിയമനത്തെ എങ്ങനെ കാണണം? എത്ര വലിയ ആയുധമാക്കി പ്രതിപക്ഷം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്? ദേശീയതലത്തിലടക്കം വലിയ വിവാദമായിട്ടുണ്ട് രത്തൻ യു കേൽക്കറിന്റെ നിയമനം. കാരണം ബംഗാളിൽ അവിടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് കുമാർ അഗർവാളിനെ BJP സർക്കാർ വന്ന ഉടനെ ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി അടക്കം രംഗത്ത് വരികയും ഈ വോട്ട് വെട്ടി ലക്ഷക്കണക്കിന് പേരെ വോട്ടർ പട്ടികയ്ക്ക് പുറത്താക്കിയതിനുള്ള നന്ദിയുടെ ഭാഗമായിട്ടാണ്, ഡീലിന്റെ ഭാഗമായിട്ടാണ് ബംഗാളിൽ ചീഫ് സെക്രട്ടറി ആക്കിയെന്നായിരുന്നു ആരോപണം. സമാനമായിട്ട് കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്നു രത്തൻ യു കേൽക്കർ. അദ്ദേഹത്തെ ഈ ചുമതലയിൽ നിന്ന് മാറ്റി ഉടനടി തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആയിട്ടാണ് നിയമിച്ചത്. ഇതിന് മറുപടി നൽകണമെന്നാണ് CPM-ഉം ദേശീയ തലത്തിൽ BJP-യും ഒരേപോലെ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ സുതാര്യതയെ പോലും വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന നടപടി എന്നാണ് CPM ഇതിനെ ആരോപിച്ചത്. അതുകൊണ്ട് തന്നെ അവർ നിയമസഭയ്ക്കകത്തും പുറത്തും ഒരേ രീതിയിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഡീലിന്റെ ഭാഗമായിട്ടാണോ മുഖ്യമന്ത്രി ചുമതലയേൽക്കുന്നതിന് മുമ്പ് മംഗലാപുരത്ത് പോയതെന്ന് പോലും LDF കൺവീനർ ചോദിക്കുകയുണ്ട്. അപ്പൊ ആ രീതിയിലുള്ള വലിയ വിമർശനങ്ങൾക്ക് നേരിടേണ്ടി വരികയാണ്. ദേശീയ തലത്തിലാണെങ്കിൽ BJP ഇതിന് എത്രയും വേഗം രാഹുൽ ഗാന്ധി മറുപടി നൽകണമെന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെയാണ് അദ്ദേഹം രത്തൻ യു കേൽക്കർ സെക്രട്ടേറിയറ്റിലെ നോർത്ത് ബ്ലോക്കിലെത്തി ചുമതലയേറ്റത്. അവധി ദിവസമായതിൽ കൂടി അദ്ദേഹം ചുമതലയേൽക്കാൻ എത്തുകയായിരുന്നു. ശരി, വിവാദങ്ങൾക്കിടെ രത്തൻ യു കേൽക്കർ തന്നെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി ആവുകയാണ്. അദ്ദേഹം ഓഫീസിലെത്തിയപ്പോൾ ചുമതലയേറ്റിരിക്കുന്നു. ആർ ബി സനൂപാണ് അതിന് വിശദാംശങ്ങൾ നൽകിയത്.